ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ടായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് വക്കീൽ വന്ന് സംസാരിക്കുന്ന ഒരു സീനാണല്ലോ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ ഭാമ പറഞ്ഞു, എന്താ ചന്ദ്രൻ, നിനക്ക് നഷ്ടമൊന്നും അല്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ. ഞാൻ പയ്യൻ പോയതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിനക്ക് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും, സുഖം കിട്ടുമായിരിക്കും, സന്തോഷം കിട്ടുമായിരിക്കും, അതല്ലേ ഉള്ളൂ. ഇതിപ്പം പൈസ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര വീണു. അപ്പൊ ചന്ദ്ര ചോദിച്ചു വക്കീലിനോടല്ല, എത്ര രൂപ നിങ്ങൾ തരും, എത്ര രൂപ എനിക്ക് നിങ്ങൾ തരും, ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ. അത് പിന്നെ മേഡത്തിന് ഒരു 50,000 രൂപ തന്നേക്കാം. അയ്യേ, 50,000 ഗുണമയോ? 50,000 രൂപയൊന്നും വേണ്ട എനിക്ക്. 50,000 രൂപ ഒരിക്കലും വേണ്ട എനിക്ക്. അതിൽ കൂടുതൽ വേണം. എന്നാ പിന്നെ 1,00,000 രൂപ തരാം. 1,00,000മോ? അതൊക്കെ വളരെ കുറവാ. എന്നാ പിന്നെ ശരി, നിങ്ങൾ എത്രയാ പ്രതീക്ഷിക്കുന്നത് അത് പറ. എനിക്കൊരു 2,00,000 രൂപ വേണം. എന്താ, പറ്റുമോ? എന്നാ ശരി, 2,00,000 രൂപ തരാം. 2,00,000 രൂപ തരുവോ? 2,00,000 രൂപ തരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക, അയ്യോ ഇതിൽ കൂടുതൽ ചോദിച്ചാലും കിട്ടുമായിരുന്നു, പെട്ടെന്ന് നോക്കെ പറയണ്ടായിരുന്നു, മണ്ടത്തരമായി പോയല്ലോ. ഈ എമൗണ്ട് ഫിക്സ് ചെയ്യാലോ അല്ലേ? അതെ, ഈ എമൗണ്ട് ഫിക്സ് ചെയ്യാം. എന്നാ പിന്നെ പരാതി പിൻവലിക്കുകയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി തരണം. ഞാന് പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി തന്നതിന് ശേഷം നിങ്ങൾ ക്യാഷ് തരാതിരുന്ന ഞാൻ എന്ത് ചെയ്യും? പിന്നെ അതിനു മുമ്പ് ഞാൻ ക്യാഷ് തരാലോ. എനിക്ക് അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഇന്ന 2,00,000 രൂപയും തികച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ടതാ. ഇത് കണ്ടതും നമ്മുടെ ചന്ദ്രയുടെ കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചില്ലേ? 2,00,000 രൂപ വെറുതെ കൈ കിട്ടിയില്ലേ? എനിക്ക് ആ പയ്യൻ എന്നോട് ചെയ്തൊന്നും മറക്കാൻ പറ്റത്തില്ല സാറേ. പക്ഷേ അവന്റെ പഠിപ്പും ഭാവിയൊക്കെ മുടങ്ങുന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാം. അത് വിചാരിച്ചിട്ട് മാത്രം പരാതി പിൻവലിക്കാം. അപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു, അല്ല അതുകൊണ്ട് മാത്രമാണോ നീ സമ്മതിച്ചത്? എന്റെ പൊന്നു ഭാമയെ ചുമ്മാതിരിക്കാൻ നമ്മുടെ ചന്ദ്ര. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറും പേന എന്താ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് ഞങ്ങൾക്കല്ല എഴുതി ഒപ്പിട്ട് തരേണ്ടത്, നിങ്ങൾ ഞാൻ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ SIക്ക് മുന്നിൽ വെച്ച് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ക്യാഷ് അപ്പോഴേ തരത്തുള്ളോ? ഈ ക്യാഷ് ഇപ്പോഴേ നിങ്ങൾ എടുത്തോ, അത് ഞാൻ നിങ്ങൾക്ക് തന്നതാ, എടുത്തോ എന്ന് പറയാണ്. ക്യാഷ് കണ്ടിട്ട് ആക്രാന്തം മൂത്ത് നമ്മുടെ ചന്ദ്ര പണ്ടാരം അടങ്ങിയിരിക്കുക. എന്നാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അതേ സാറേ, ഒരു വാക്കും കൂടി എനിക്ക് തരണം. ഈ ക്യാഷ് മേടിച്ച കാര്യം വീട്ടിലും പുറത്തൊന്നും പറയരുത്. ഇല്ലെന്നേ, ഇത് ഞങ്ങൾ ആരോടും പറയില്ല, മറ്റാരും അറിയത്തുമില്ല. വക്കീലിനും ഡോക്ടറിനും വിശ്വസിക്കാന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ വക്കീലിനെ വിശ്വസിക്കാം. എന്നാലേ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോ, ഞാൻ ക്യാഷ് അകത്ത് വെച്ചിട്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞ് ചന്ദ്ര. എന്നാ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ വക്കീലും വെളിയിൽ ഇറങ്ങി പോയിട്ടോ. ഏതായാലും ചന്ദ്രയ്ക്ക് ഇത് കിട്ടിയപ്പം വന്ന സന്തോഷം, അയ്യോ വക്കീൽ അങ്ങ് പോയതും ആ പൈസയൊക്കെ അങ്ങ് വാരി എടുത്തിട്ട് അതിനകത്തൊക്കെ ഉമ്മ കൊടുക്കാൻ കേട്ടോ. എന്റെ ഭാമയെ 2,00,000 രൂപ ഒറ്റയടിക്ക് 2,00,000 രൂപ ഇരുന്ന ഇരിപ്പിന്. എന്റെ പൊന്നു ഭഗവാനെ, എനിക്ക് ഐശ്വര്യം കൊണ്ട് തന്നത് കണ്ടോ. വാ 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 ഭാമ, ഇത് എവിടെയെങ്കിലും കൊണ്ട് വെക്കട്ടെ. എനിക്ക് സന്തോഷം കൊണ്ട് സമാധാനം കിട്ടുന്നില്ല. ഈ ക്യാഷ് ഷെൽഫിലേക്ക് വെക്ക്. സന്തോഷം കൊണ്ട് സമാധാനം കിട്ടാത്ത ഒരാൾ ആദ്യമായിട്ടാ എന്റെ പൊന്നു ചന്ദ്രൻ ഞാൻ കാണുന്നു ഭാമ. അപ്പൊ പറയും, ഒന്ന് പോടിയെന്ന്. ഇനിയിപ്പം ആരെങ്കിലും അറിയുമെന്ന് ഞാൻ പേടിക്കണ്ടേ, അപ്പൊ എന്റെ സമാധാനം പോയില്ലേ. ഇത് ഷെൽഫിനകത്ത് ഇരിക്കട്ടെ. എന്നാലും ഭാമേ, കാശ് കുറച്ച് കൂടുതൽ ചോദിക്കാറുന്നല്ലേ? അതെ, ക്യാഷ് കുറച്ച് കൂടുതൽ ചോദിക്കാനും ചന്ദ്ര നിനക്ക്. ചിലപ്പം 5,00,000 രൂപ ചോദിച്ചാലും നിനക്ക് കിട്ടിയേനെ. പിന്നെ രേവതിനെ കൊണ്ടോ അവളുടെ കുടുംബത്തിനെ കൊണ്ടോ ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നല്ലേ നീ പറയുന്നത്. ഇപ്പൊ ആ കുടുംബം കാരണം 2,00,000 രൂപ കിട്ടിയില്ലേ? പയ്യന്റെ ഭാവി സംരക്ഷിച്ചല്ലേ 5,00,000 അല്ല 2,00,000 രൂപ എനിക്ക് ദക്ഷിണയായിട്ട് തന്നതാ വക്കീല്. ക്യാഷ് ഭദ്രമായിട്ട് തന്നെ വെച്ചോണം. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പരാതി പിൻവലിക്കുന്നു എന്ന് എഴുതി കൊടുത്തിട്ട് വരാം. ശരി, നീ പൊക്കോ, പൈസ ഇവിടെ സേഫ്റ്റി ആയിരിക്കും. ഞാന് സേഫ്റ്റി ആയിട്ട് തന്നെയല്ല പൈസ വെച്ചിരിക്കുന്നു, പേടിക്കൊന്നും വേണ്ടാന്ന്. ഏതായാലും ഈ സമയത്ത് പിന്നെ ചന്ദ്രോദയം കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രോദയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം സച്ചി രവീന്ദ്രൻ ചെന്നിട്ട്, അച്ഛൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അമ്മ പോയി നോർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വന്നേ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനും പറയാറില്ലേ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന്. എണീറ്റ് വന്നേ അച്ഛാ. അവള് പോയതിന്റെ സങ്കടമൊന്നും അല്ല മോനെ എനിക്ക്. പിന്നെ എന്താ സങ്കടം, അച്ഛന് ഞങ്ങൾക്ക് അറിയത്തില്ലേ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വക്കീല് ഫോൺ വിളിക്കാൻ കേട്ടോ നമ്മുടെ സച്ചിനെ. വക്കീൽ സാറാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട്, ഹലോ സാർ, എന്താ സാറേ,
നിങ്ങൾ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. എന്താ പറ്റി? ശരത്തിന്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ? ഒരു നല്ല വാർത്ത പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ദേ എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഒത്തുതീർപ്പാക്കിയെന്നോ? അതേന്നേ, സച്ചിയുടെ അമ്മ ശരത്തിന് എതിരെയുള്ള കേസ് പിൻവലിച്ചു. പിൻവലിച്ചെന്നോ? സത്യമാണോ സാറേ പറയുന്നത്? കേസ് പിൻവലിച്ചെന്നോ? സത്യമാണെന്ന്. ഇത് സ്വപ്നമൊന്നും അല്ല, സത്യം തന്നെയാ. ഞാൻ തന്റെ അമ്മയോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവര് കേസ് പിൻവലിച്ചു. സച്ചിയുടെ അമ്മ സ്റ്റേഷനിൽ ചെന്ന് ഇത് കുടുംബ വിഷയമാണെന്നും പരാതിയൊന്നുമില്ലെന്നും കംപ്ലൈന്റ് പിൻവലിക്കുകയാണെന്ന് എഴുതി കൊടുത്ത് സൈൻ ചെയ്തു. അയ്യോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ പൊന്ന് സാറേ. ഇത്ര പെട്ടെന്നെല്ലാം ശരിയാവുന്ന ഞാൻ ഒരിക്കലും ഓർത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ രേവതി ചെന്നിട്ട്, സച്ചിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? അതെ, അമ്മ പരാതി പിൻവലിച്ചു എന്ന്. എന്റെ ഈശ്വര, പരാതി പിൻവലിച്ചെന്നോ? ഏതായാലും ഈ സമയത്ത് രവീന്ദ്രനും സന്തോഷമായിട്ടോ. രവീന്ദ്രനും ഇത് കേട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുക വക്കീലിനോട്, ഇന്ന് കാക്ക മലന്ന് പറക്കും. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ. എങ്ങനെയാ സാറേ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിച്ചത്? ഞാൻ എത്ര ക്ലയന്റിനെ കണ്ടതാ. ആരോട് എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ അങ്ങ് സംസാരിച്ചു. അവരുടെ മനസ്സും മാറി. അവര് പരാതി പിൻവലിക്കുകയും ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ SI മുമ്പിൽ വെച്ച്. എന്നാലും എന്റെ പൊന്നു സാറേ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യമായിരുന്നു. നിങ്ങളൊരു മജീഷ്യനാണ് കേട്ടോ. ഞാൻ എന്റെ ജോലി ചെയ്തു മാഷേ, അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ശരത്തിന്റെ പേരിൽ ഒരു കേസും ഇല്ല. അവന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. വളരെ നന്നായി സാറേ, ഒരുപാട് ഉപകാരമുണ്ട്. ഞാനും ഭാര്യയും പിന്നീട് വന്ന് സാറിനെ കണ്ടോളാം. ശരി, ഓക്കെ സച്ചി സമാധാനമായിട്ടിരിക്കുക, രേവതിയോടും പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വക്കീല് ഭയങ്കര ഒരു മജീഷ്യനാണ് കേട്ടോ. പൈസ മേടിച്ചിട്ട് കൊടുത്ത ആളെ നമ്മുടെ വക്കീലിന് സമ്മതിക്കണം. ഏതായാലും ഈ സമയത്ത് പിന്നെയും കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രനെ, സച്ചിനെ, രേവതിനെയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ഇത് സത്യമാണോടാ? സത്യമാണെന്നേ, പരാതി പിൻവലിച്ചു. ഇനി ശരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്റെ ഈശ്വര, രക്ഷപ്പെട്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ്. ഇത് ശ്രുതിയും കാണുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ഓടി വന്നിട്ട്, നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? അത് പിന്നെ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, അമ്മ ഇവിടെ തിരിച്ചു വരാത്തൊരു സങ്കടത്തില്ല ഞങ്ങള്. അപ്പൊ നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണല്ലേ? അമ്മ തന്നെയാടാ എന്റെ ഈ കാരണത്തിന്, എന്റെ ഈ സന്തോഷത്തിന് കാരണം. അമ്മയോ? അതെന്താ അമ്മ ചെയ്തത്? അപ്പോഴത്തേക്കും ശ്രുതിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. ശ്രുതി, അമ്മ കാരണോ? അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ശരത്തിനെതിരെ കൊടുത്ത പരാതി അമ്മ പിൻവലിച്ചു. പരാതി അമ്മ പിൻവലിച്ചെന്നോ? അതെങ്ങനെ? ആദ്യം നടക്കുന്ന കേസാണോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത് കുടുംബ വിഷയമാണ്, ഇത് പിൻവലിക്കാന്ന് അമ്മ ചെന്ന് SI മുമ്പിൽ വെച്ച് എഴുതി കൊടുത്തു. അതെങ്ങനെ ശരിയാകും? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, അവനെ ജയിലിൽ പറഞ്ഞയച്ചു എന്ന് ആന്റി തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എത്ര പെട്ടെന്ന് ആന്റിയുടെ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതെ രേവതി നേരെ പൂജാ റൂമിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഭഗവാനെ രക്ഷിക്കണേ, എന്റെ അനിയനെ നീ കാത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്ന രേവതി. ഈ സമയത്താണ് വർഷയ്ക്കും ശ്രുതിക്കും ശ്രീകാന്തിനും ഒന്നും പിടികിട്ടുന്നില്ല. എങ്ങനെ അമ്മ സമ്മതിച്ചു? ഇതിപ്പോ എങ്ങനെ ആയിരിക്കും എന്നോർത്ത് താടി കൈയും വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചു പറഞ്ഞു, ഇതുണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മ സ്വയം എടുത്ത തീരുമാനമാണ്. അത് എങ്ങനെയായിരിക്കും അമ്മയുടെ മനസ്സ് മാറിയത്? അതൊരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മുടെ ശ്രുതി. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മ ഈ കാര്യത്തിനല്ലേ വീട് വിട്ടു വരെ ഇറങ്ങിപ്പോയത്, പിന്നെ എന്ത് ഇത്ര പെട്ടെന്നൊരു കാരണം ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, ശ്രീകാന്ത്, ഈ ദേഷ്യവും പെയിനും എല്ലാ ഇമോഷണൽസും ഒക്കെ ഉണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പോ കുറയും. അങ്ങനെ ആന്റിയുടെ മനസ്സും ചേഞ്ചായി. അങ്ങനെ നമ്മളങ്ങ് വിചാരിച്ചാൽ മതി എന്ന് വർഷ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് പോലും പിൻവലിച്ചില്ല, പക്ഷെ എങ്ങനെയായിരിക്കും മനസ്സ് മാറിയത്? അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അതാ ഞാനും ആലോചിക്കുന്നത്, ഇതിപ്പോ എങ്ങനെയായിരിക്കും? ഭയങ്കര വിഷമത്തോടു കൂടി. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര വിഷമം കേട്ടോ. എന്തിനായിരിക്കും പരാതി പിൻവലിച്ചത്? ആരും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പൊ രേവതി ചോദിച്ചു, അല്ല അമ്മ പരാതി പിൻവലിച്ചത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. പരാതി പിൻവലിക്കില്ല, അവന് ജയിലിൽ കേട്ടണെന്ന് ആന്റി സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് മനസ്സ് മാറിയല്ലോ, അതിന്റെ റീസൺ എന്താന്ന് അറിയണ്ടേ? അതാണ് ഇന്ന് കുറച്ചു നേരം നമ്മുടെ ശ്രുതി ആ ലോകത്ത് അല്ലാതായി പോയിട്ടോ. പെട്ടെന്ന് നിരാശയായി പോയോണ്ട് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയത്. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയും 3 മക്കളെ പ്രസവിച്ച ആളല്ലേ, ശരത്ത് ജയിലിൽ പോയാല് എന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോ അമ്മ ഓർത്ത് കാണുമായിരിക്കും, ശരത്തിന്റെ ഭാവി നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും
അമ്മ പരാതി പിൻവലിച്ചതെന്ന എനിക്ക് തോന്നുന്നതെന്ന്. ഏതായാലും ഇതൊന്നും അല്ല, പൈസ എറിഞ്ഞു കൊടുത്തിട്ടാണെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഈ സമയത്ത് നമ്മൾ സച്ചു പറഞ്ഞു, ഏതായാലും അമ്മ പരാതി പിൻവലിച്ചല്ലോ, ഇനി അച്ഛൻ പോയി അമ്മേനെ കൂട്ടിക്കൊണ്ടു പോവാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്, ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് ഏതായാലും വരാൻ പോകുന്നില്ല, തന്നെ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്താ ചെയ്ത്, അച്ഛൻ പോയി വിളിച്ചിട്ട് വാ അമ്മേനെ. അപ്പൊ രേവതിയും പറഞ്ഞു, സച്ചിയും പറഞ്ഞു, വാശി കാണിക്കാതെ പോയി വിളിച്ചിട്ട് വാ, അച്ഛ വാശി കാണിച്ചുകൊണ്ടിരിക്കണ്ട പ്ലീസ് അച്ഛ. വാശി എന്തിനാ, ഒരു ജീവിതമല്ലേ ഉള്ളൂ, എന്തിനാ ഈ വാശി കാണിക്കുന്നത്? ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ളതാ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ പോയി വിളിച്ചില്ലെങ്കിൽ അമ്മ അവിടെ തന്നെ താമസിക്കും വാശിക്ക്. അമ്മ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര വാശിയില്ല. അവനവിടെ താമസിക്കുകയാണെങ്കിൽ താമസിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. സ്വസ്ഥതയും സമാധാനവും ഉണ്ട് ഇവിടെ. പിന്നെ അച്ഛൻ വെറുതെ പറയല്ലേ, അച്ഛന് സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ മുഖം കണ്ടാ അറിയാം വിഷമമുണ്ടെന്ന്. പിന്നെ ഞാൻ എന്റെ മുഖത്തെ വിഷമമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അച്ഛൻ ചുമ്മാ കാളിക്കല്ലേ അച്ഛ. അച്ഛൻ പോയി അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നേ. ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിലും അമ്മയില്ലെങ്കിൽ കറണ്ട് പോയ ഏരി പോലെ അച്ഛന്റെ മുഖം ഇങ്ങനെ ഇരുണ്ടിരിക്കും, കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് പോയി വിളിച്ചിട്ട് വാ. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അമ്മേനെ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്ര പറഞ്ഞു, പിന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ആരും പോവണ്ട, ഞാന് എന്റെ അമ്മേനെ പോയി വിളിച്ചോണ്ട് വരാൻ എനിക്കറിയാം, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കാം അവിടെ, നിന്നോട് ആരാടാ പോകാൻ പറഞ്ഞത്? അങ്ങനെയൊന്നും അമ്മ വരത്തില്ല, അച്ഛൻ വിളിക്കാതെ അമ്മ വരത്തില്ല, അച്ഛൻ പോയി വിളിച്ചോളും, അച്ഛനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയും സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് വീണ്ടും പറഞ്ഞു, അച്ഛ അമ്മ ഇല്ലാത്തോണ്ട് വീട് എന്തോ പോലെയാന്ന്, ആകെ ഡള്ളായതുപോലെ, ആകെ ഉറക്കം തൂങ്ങി കിടക്കുക, അമ്മയില്ലെങ്കിൽ ഒരു രസമില്ല അച്ഛ. അച്ഛ പോ അച്ഛ, വിളിച്ചോണ്ട് വാ അച്ഛ. അപ്പൊ നമ്മുടെ സച്ചിൻ വീണ്ടും പറയുക, എന്റെ പൊന്നച്ഛ, എന്റെ സുന്ദരനച്ഛനല്ലേ അച്ഛ, പോയി വിളിച്ചോണ്ട് വാ അച്ഛ. അച്ഛന്റെ സ്വന്തം ഭാര്യയല്ലേ. പിന്നെ നീ സോപ്പിടുവൊന്നും വേണ്ട, സ്വന്തമായിട്ട് ഇറങ്ങി പോയിട്ട് ഞാൻ പോയി നാണം കെട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ട് വരാന്. അത് നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ അവളായിട്ട് വരുവാണെങ്കിൽ വരട്ടെ, അത് മതി. അല്ലെങ്കിലേ നിങ്ങൾ ആരെങ്കിലും പോയി വിളിച്ചിട്ട് വാ. ശ്രുതി പറഞ്ഞില്ല വിളിച്ചിട്ട് വരാന്ന്. എന്തായാലും ഞാൻ പോകുന്ന പ്രശ്നമില്ല. അതാ അച്ഛൻ ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന. ഈ സച്ചി സമ്മതിക്കണ്ടേ? സച്ചി സമ്മതിക്കത്തുമില്ല. ഞാൻ പോയി എന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നേനെ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും മക്കളെ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പതുക്കെ എണീറ്റിട്ട്, എന്തായാലും പോകുന്ന ആരാണെങ്കിലും അമ്മയോട് ഉറപ്പിച്ച ഒരു കാര്യം പറഞ്ഞേക്കണം. ആര് പോയാലും ഭാഷിക്കും സ്വന്തം വിജയത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോ വേദനിക്കുന്ന ചില മനുഷ്യരുണ്ട് എന്ന് ഓർക്കണമെന്ന്. അത് അടിവരയിട്ട് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. പിന്നെ അത് പറഞ്ഞേക്കണം, അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാതെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ സന്തോഷം ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. ഇത്രയും ആരാണെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവുകയാണ്. മക്കള് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിട്ടോ. ഇനി എന്ത് ചെയ്യാനാണ്? ആകപ്പാടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയും വർഷയും രേവതിയും ഒക്കെ ഭയങ്കര സങ്കടത്തില്. നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും ശ്രുതിയും ഭയങ്കര സങ്കടത്തില്. എന്നാലും നമ്മുടെ ശ്രുതിക്ക് സങ്കടമല്ലാട്ടോ. എന്തിനായിരിക്കും പരാതി പിൻവലിച്ചത് ആന്റി? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നാണ്. കാരണം പരാതി പിൻവലിക്കുന്ന ഒരിക്കലും നമ്മുടെ ശ്രുതി ഓർത്തില്ലല്ലോ. ഏതായാലും ശ്രുതി മീരയോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ മീര ചോദിച്ചു, അയ്യോ ആദ്യം പരാതി പിൻവലിച്ചെന്നു സത്യമാണോ ഈ പറയുന്നത്? അതേന്നെ, ആദ്യയുടെ ദേഷ്യം കണ്ടിട്ട് ശരത്തിന് ജയിലിൽ കയറ്റാതെ വിടില്ലെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ഇപ്പം പരാതി പിൻവലിച്ചിരിക്കുകയാണെന്നേ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആന്റിക്ക് എന്തായിരിക്കും പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ രേവതി എന്നല്ല മീരെ. അത് പിന്നെ സച്ചി രേവതി ചെന്ന് കാല് പിടിച്ചു കാണും. അവര് പറഞ്ഞാലൊന്നും ആന്റി കേൾക്കത്തില്ല. മാത്രമല്ല ഈ ന്യൂസ് അവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ശരത്ത് ചെറിയ പയ്യനല്ലേ, അവനെ ജയിലിൽ കയറ്റി ഭാവി നശിപ്പിക്കേണ്ടെന്നൊന്നും ആന്റി ചിന്തിക്കത്തില്ല, അത് ഉറപ്പാ. അവരങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടെ കാക്ക മലർന്ന് പറക്കും. അല്ല, അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെ ഒന്നാകെ ജയിലിൽ കിടത്തണമെന്നാ ആന്റി എപ്പോഴും പറയുന്നത്. അവരങ്ങനെ വെറുതെ ഒന്നും പരാതി പിൻവലിക്കത്തില്ല. ഇതിലെന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്, അത് ഉറപ്പായ കാര്യമാ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആന്റിയെ ആരെയോ ഭയപ്പെടുത്തി പരാതി പിൻവലിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ നേട്ടം ഉണ്ടായത് കൊണ്ടാകാം പരാതി പിൻവലിച്ചത്. ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലേതാ സംഭവിച്ചതെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ മീര പറഞ്ഞു, ഒടുക്കം പവനായി ശവനായി എന്ന് പറഞ്ഞ പോലെയായി. നീ മനസ്സിൽ വിചാരിച്ചൊന്നും നടന്നുമില്ല. നീ ആഗ്രഹിച്ചതുപോലെ സച്ചി രേവതിയും ആ വീട്ടിൽ നിന്ന് പോയതുമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണ? അത് മാത്രമല്ല അവരിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. വളരെ സാഹസികമായി വീഡിയോ എടുത്ത് ആന്റണിക്ക് കൊടുത്തത് കൊണ്ട് ആന്റണിക്ക് നിനക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നീ ഇപ്പൊ പെടുകയും ചെയ്തു. ഇനിയിപ്പൊ 2 ലക്ഷം രൂപ ആന്റണിക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്? അതിന് നീ എവിടെ പോകും ശ്രുതി? അത് നീ എത്രയും പെട്ടെന്ന് കൊടുക്കണ്ടേ? ഇനി
ഓ അതും ശരിയാ. ശേ, എല്ലാം എനിക്കിട്ട് തിരിച്ചടിക്കുകയാണല്ലോ. അതിൽ ഈ സമയത്ത് വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ് നമ്മുടെ ശ്രുതിക്ക്. വേറെ ആരും അല്ല വിളിക്കുന്നത്, ആന്റണിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ദേ ആന്റണി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്താ ആന്റണി, എന്താ എന്താ പ്രശ്നം, പറയാ ആന്റണി, എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ ആന്റണി പറഞ്ഞു, എന്തിനാ വിളിച്ചതെന്നോ, അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയണോ, നീ എന്നെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്. എന്റെ പൊന്ന് ശ്രുതി, ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ എവിടെ? അത് ആന്റണി 2 ലക്ഷം അതിപ്പോ എന്റെ കയ്യിൽ ഇല്ല ആന്റണി. ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ. അത് പിന്നെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? നവീൻദാസിന്റെ നില വളരെ മോശമാണ്. അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വെന്ത് മരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ചത്തുപോയി കഴിഞ്ഞാൽ കുടുങ്ങും ആന്റണി. അത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്യാഷ് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് ഒപ്പിച്ചുകൊണ്ട് തരാം. കൊണ്ടുവന്നാൽ നിനക്ക് കൊള്ളാം. പെട്ടെന്ന് ക്യാഷ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഏതായാലും ആന്റണി തക്ക അവസരം മുതലെടുക്കുകയാണ് കേട്ടോ. ആന്റണിക്ക് 2 ലക്ഷം കിട്ടിയാൽ കഴിക്കുവോ? ആന്റണിക്ക് 1 ലക്ഷം നവീൻദാസിനും കൊടുത്ത് ആന്റണിക്ക് 1 ലക്ഷം കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമല്ലേ. അങ്ങനെ നമ്മുടെ മീരനെ ശ്രുതിനെ വീണ്ടും കാണിക്കുക. അങ്ങനെ മീര ചോദിച്ചു, അവൻ ക്യാഷ് പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞല്ലേ? ഓ അതെ മീര, ഞാൻ ചെയ്തൊക്കെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാം എനിക്ക് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ല ഇനിയിപ്പോ ക്യാഷ് എങ്ങനെ കൊടുക്കും? എനിക്കറിയില്ല മീര, ക്യാഷ് ഇനി എങ്ങനെ കൊടുക്കുന്ന. പക്ഷെ എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ, കൊടുക്കണം. നവീൻദാസിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ നമ്മള്? ഓ ആകെപ്പാടെ ടെൻഷൻ ആണല്ലോ. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ടെൻഷൻ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്ന് പറയാം. അതിൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മിനെയും ദേവുവിനെയാണ്. അപ്പൊ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ആരാ ശരത്ത് പുറത്തിറങ്ങാൻ പോവുക, ശരത്തിന് ജാമ്യം കിട്ടി, ശരത്ത് കേസില്ല, ജാമ്യം കിട്ടി എന്നല്ല, സോറി, കേസില്ല എന്നൊക്കെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രേവതി വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ദേവു, ആണോ? ആഹാ, അയ്യോ സന്തോഷമായി ചേച്ചി, സന്തോഷമായി. ഏതായാലും ഞാൻ ഈ വിവരം അമ്മയോട് പറയട്ടെ എന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട്, ദേ അമ്മ, സച്ചേട്ടന്റെ അമ്മ ശരത്തിനെതിരെ കൊടുത്ത് പരാതി പിൻവലിച്ചു. സത്യമാണ് മോളെ പറയുന്നത്? അതെ അമ്മേ, ചേച്ചി ഇപ്പൊ വിളിച്ച് എന്നോട് പറഞ്ഞതാണെന്നേ. പിൻവലിച്ചു. ശരത്തിനെയും കൂട്ടി ചേച്ചി സച്ചേട്ടനും കൂടി ഇങ്ങോട്ട് വരികയാണെന്ന്. ഇപ്പൊ ഇവിടെ എത്തും. ഓ എനിക്ക് സന്തോഷമായി മോളെ, സന്തോഷമായി. എന്റെ പൊന്നു ഭഗവാനെ, വക്കീലിന് കാശ് കൊടുത്തെങ്കിലും അവന് ജയിലിൽ പോകേണ്ടി വരും തന്നെ ഞാൻ കരുതിയത്. ദൈവം കാത്തല്ലോ. അതേമേ, ദൈവം കാത്തു. ദേ ഞാന് ഓടിച്ചെന്ന് ഹേമ ചേച്ചിയോടും രാധ ചേച്ചിയോടും ഒക്കെ പറയട്ടെ, പെട്ടെന്ന് ചെല്ല്, അവരൊക്കെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു, ചെല്ല് എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ദേവു അയലോക്കംകാരോട് പറയാൻ പോവാ. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് പറയാൻ വേറെ ആരുമില്ല, നമ്മുടെ കൃഷ്ണേട്ടനല്ലേ ഉള്ളൂ. അങ്ങനെ കൃഷ്ണേട്ടന്റെ ഫോട്ടോ നോക്കി പറയാ, എന്റെ പൊന്ന് കൃഷ്ണേട്ടൻ, നമ്മുടെ മോൻ തിരിച്ചെത്താൻ പോവാന്ന്. ഈ സമയത്ത് നമ്മുടെ ശരത്തിനെയും കൊണ്ട് രേവതി സച്ചിയും വരുവാണ് കേട്ടോ. ഈ അടിപൊളി രംഗാണ് കേട്ടോ നമ്മുടെ ശരത്തിനെയും കൊണ്ട് വരുന്നത്. ലക്ഷ്മിക്കൊക്കെ ഭയങ്കര സന്തോഷാവുക. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ശരത്തിനെ കണ്ടതും വന്ന് കെട്ടിപ്പൂടിച്ച് വാരി പുണർന്ന് ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് പറയുക, മോനെ നീ ഞങ്ങളെ വിട്ട് പോയെന്നാ മോനെ ഓർത്തത്. ഇനി ഒരിക്കലും മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ. അമ്മയ്ക്കും ഇവർക്കും ഒക്കെ ആരാടാ ഉള്ളത്? പിന്നെ നിന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേടാ ഞങ്ങൾ ഈ കുടുംബം മുന്നോട്ടേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊട്ടിക്കരച്ച് നമ്മൾ ഇമോഷണൽ ആയി പോകട്ടോ ആ ഒരു സീൻ കാണുമ്പോൾ, ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. അപ്പൊ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് എന്ന് വിടുന്നുണ്ട്. അത് ഫുൾ വിശേഷം രാവിലെ നമുക്ക് കിട്ടുന്നില്ല. അതാട്ടോ നമ്മൾ ഫുൾ വിശേഷം രാവിലെ ഇടാത്തത്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുൾ വിശേഷത്തിന് പകരം അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്കമിങ് വിശേഷം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറക്കാതെ ലൈക്ക് അടിക്കണേ. ടാറ്റാ, ബൈ ബൈ.